ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു മുട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോളിഫ്ലവർ മുട്ടത്തോരൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കോളിഫ്ലവർ മുട്ടത്തോരൻ ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ഇതുപോലൊരു വലിയ കടായി എടുക്കുക. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. വെളിച്ചെണ്ണ ആയിരിക്കും ഇതിന് നല്ലത്. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് 1/4 ടീസ്പൂൺ മതിയാവും, രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഈ ടൈമിൽ ലോ ടു മീഡിയമിൽ വേണം വച്ചിരിക്കാൻ, ഹൈയിലോട്ട് പോകരുത്. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ടത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സവാള സോഫ്റ്റായി ചെറിയ ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്ലിയൊക്കെ മാറ്റിയ ഒരു ചെറിയ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലി മാറ്റുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ആ പുളിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായി വഴറ്റിയെടുക്കാം. ടൊമാറ്റോ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 2 പച്ചമുളക് കുഞ്ഞായി നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കുന്നത് ഓരോരുത്തരുടെ എരിവിൻ്റെ ടോളറൻസ് ലെവൽ അനുസരിച്ചാണ്. ഞാനിവിടെ 2 ചേർത്തു. 3 വേണമെന്നുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. മുളകും ഒരുവിധം വഴണ്ട് വരുന്ന ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം വളരെ ലോയിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് മസാല എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്തത്. നോർമൽ ചില്ലി ആണെങ്കിൽ അതിനേക്കാളും കുറവ് മതി. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് മസാല ഇതിലേക്ക് വേണ്ടത്. നമുക്കിതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിനൊന്ന് വഴറ്റിയെടുക്കാം. മസാല ആഡ് ചെയ്തിട്ട് സോട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം വളരെ ലോയിലായിരിക്കണം. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. ഞാനിവിടെ 200 ഗ്രാം കോളിഫ്ലവറാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നുറുക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കുറച്ച് പീസായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ട് നന്നായി കഴുകിയെടുത്തതാണ്. നമുക്കൊരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ചൂടുവെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം. അങ്ങനെ എടുത്ത കോളിഫ്ലവറാണ്. അതൊന്ന് ഞാനിതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കോളിഫ്ലവർ നന്നായി ഇളക്കിയതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 10 മുതൽ 15 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട, കോളിഫ്ലവറിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. നമ്മളിങ്ങനെ പക്ഷേ ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം. വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്കാവാനായിട്ട്. നമുക്കൊരു 10 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം.
10 മിനിറ്റോളം ആയിട്ടുണ്ട്. കോളിഫ്ലവർ നന്നായിട്ട് കുക്കായി. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയെടുത്തത് ഒരു ചെറിയ കപ്പ്, അല്ല 1 കപ്പ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു 1/4 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ആഡ് ചെയ്യാം. ഇതിങ്ങനെ പാകമായി കഴിയുമ്പോൾ നമുക്ക് ഈ തോരൻ ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ ഇതിൽ എണ്ണ കുറവാണ്, നമുക്കൊരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒഴിക്കുമല്ലേ, ചിലപ്പോൾ ചീത്തായ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ കറി മൊത്തം വേസ്റ്റാവും. അല്ലെങ്കിൽ നമുക്ക് എഗ്ഗ് അത്രയും ഫ്രഷ് ആണെന്നുള്ള ഒരു ഉറപ്പുണ്ടാവണം. അത് കാരണമാണ് ഞാനിത് നേരത്തെ പൊട്ടിച്ചൊഴിച്ച് വെച്ചത്. 3 മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കൂട്ടിയതിന് ശേഷം ഇതിനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ടയിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എല്ലാ തോരനിലും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം തീരെ കൂട്ടേണ്ട ആവശ്യമില്ല. ഈ മുട്ട ഒന്ന് വേവാനായിട്ട് നമുക്കിങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് മുട്ട ചെറുതായിട്ട് വേവുന്നവരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ വന്ന് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. ഡിന്നറിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കോളിഫ്ലവർ മുട്ടത്തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പവും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കാരണം ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പമാണ്, നിങ്ങൾ കണ്ടതാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റെസിപ്പി എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.